രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ചർച്ചകൾക്ക് അവസാനമാവുകയാണ്. വോട്ടെടുപ്പ് സെപ്റ്റംബർ 9 നടക്കും. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ന് തീരുമാനിക്കാനാണ് സാധ്യത. പാർട്ടിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ അന്തിമമാക്കുന്നതിനായി BJP പാർലമെന്ററി ബോർഡ് ഇന്ന് വൈകുന്നേരം 6 മണിയോടെ യോഗം ചേരുമെന്നാണ് വിവരം. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഓഗസ്റ്റ് 21 നാമനിർദ്ദേശ പത്രികയും സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP ദേശീയ പ്രസിഡന്റായ JP നദ്ദയെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോദിയും നദ്ദയും ഏകകണ്ഠമായി തീരുമാനമെടുക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിക്കുകയും ചെയ്തിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ്, അതായത് സെപ്റ്റംബർ 8 NDA വീണ്ടും ഒരു യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, JP നദ്ദ എന്നിവർക്കൊപ്പം JDയുവിൽ നിന്ന് ലാലൻ സിംഗ്, ശിവസേനയിൽ നിന്ന് ശ്രീകാന്ത് ഷിൻഡെ, TDPയിൽ നിന്ന് ലാവു കൃഷ്ണ ദേവരായലു, LJPയിൽ നിന്ന് ചിരാഗ് പസ്വാൻ തുടങ്ങിയ പ്രമുഖ സഖ്യകക്ഷി നേതാക്കളും പങ്കെടുത്തിരുന്നു. യോഗത്തിന് നേതൃത്വം നൽകിയത് രാജ്നാഥ് സിംഗുമായിരുന്നു. അതേസമയം തന്നെ വരാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്നതായി വാർത്തകളുണ്ടായിരുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട്. അങ്ങനെ BJP വിരുദ്ധ വോട്ടുകൾ അവരുടെ ഭാഗത്തേക്ക് തിരിച്ചുവിടാൻ കഴിയും. ആം ആദ്മി പാർട്ടിയുടെ കുറഞ്ഞത് 11 വോട്ടുകളെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തെറ്റ് നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത ഒരു മുതിർന്ന പ്രതിപക്ഷ നേതാവ്, മുൻ കേന്ദ്രമന്ത്രിയുമായ കോൺഗ്രസിന്റെ നേതാവുമായ മാർഗ്രറ്റ് ആൽവയെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തതിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ആ സമയത്ത് പാർലമെന്റിലെ രണ്ടാമത്തെ വലിയ പ്രതിപക്ഷ പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൽവയെ പിന്തുണയ്ക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം കഴിഞ്ഞതിന് പിന്നാലെയാണ് രാജ്യസഭാ ചെയർമാനായി അധ്യക്ഷത വഹിച്ച ജഗ്ദീപ് ധൻകർ അപ്രതീക്ഷിതമായി ഉപരാഷ്ട്രപതി പദം രാജിവെച്ചത്. ഇതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതായും ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നുമായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകിയ എഴുത്തിൽ ധൻകർ പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ തീർത്തും അപ്രതീക്ഷിതമായ ഈ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ അഭ്യൂഹങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. ജഗ്ദീപ് ധൻകറിന്റെ രാജിക്ക് പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ട് എന്നതായിരുന്നു പ്രതിപക്ഷം അന്നു മുതൽ ആരോപിക്കുന്നതും.